ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫായിസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഫ്രോസൺ കപ്പയാണ് കേട്ടോ. സാധാ കപ്പയുള്ളവർ അങ്ങനെ ആയാലും മതി. അതിനായിട്ട് നമ്മൾ ചതച്ച് വെക്കാനായിട്ട് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളിയും 3-4 ഗാർലിക്കും പിന്നെ ഒരു ചില്ലി, 2 ചില്ലിയും വേണം കേട്ടോ. ആവശ്യത്തിന് 2 ചില്ലി എടുത്തൊന്ന് ചതച്ച് വെക്കുക. ചതച്ച് തന്നെ വെക്കണം. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ അരച്ച് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിലാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി വേണം, കറിവേപ്പിലയും പിന്നെ കാശ്മീരി ചില്ലി വേണം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരുപാടൊന്നും ബ്രൗൺ ആയി പോകണ്ട കേട്ടോ. ലൈറ്റൊന്നും ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാങ്ങി വെക്കാം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം ബ്രൗൺ നിറമാകുന്നവരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാൽക്കപ്പ കുറേ നേരം വെച്ചിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കളറൊന്ന് മാറി ഒരു ഭംഗിക്കുറവുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇച്ചിരി അതിൻ്റെ കുറച്ചൊന്നും മൂത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ആവണ്ട കേട്ടോ, നിങ്ങൾ അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് കപ്പ വെന്തിട്ടുണ്ട്. കപ്പ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത്രയും ഒന്നും ബ്രൗൺ ആവണ്ട. നമ്മുടെ കപ്പ തുറന്ന് നോക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ആ കൂട്ട് നമുക്ക് ചേർക്കാം. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഈ കൂട്ടൊന്ന് എല്ലായിടവും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാലിൽ വേണം കേട്ടോ ഇനി കപ്പ ഇതൊന്ന് വെന്ത് കിട്ടാൻ. കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ആ 2-ാം പാലിൽ കിടന്ന് 2-ാം പാലിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി കപ്പ അതിലൊന്ന് വെന്തിറങ്ങുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. കൊക്കനട്ട് മിൽക്ക് ചേർക്കാം, പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, എങ്ങനെ ചേർത്താലും മതി. വരുന്നത് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. ഈ അവസരത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം, അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കുറവായിട്ട് തോന്നും. വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തേങ്ങയുടെ 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത് അധികം തിളയ്ക്കണമെന്നില്ല. നമുക്ക് ഓഫാക്കിയതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചാൽ മതിയാവും. ഇന്നത് ചൂടോടെ വേണം കഴിക്കാം കേട്ടോ, എന്നാലാണ് ആ ടേസ്റ്റ് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കടുവറുത്ത് വെച്ചേക്കുന്ന കൂട്ടും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇത് വെച്ചിരുന്ന ഒരുപാട് നേരം കഴിഞ്ഞ് കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ചേർത്താലും മതി. കാരണം ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊന്ന് മാറും, നമ്മുടെ ആ ഭംഗിയൊന്ന് പോവും. പോകുന്നുള്ളൂ. ടേസ്റ്റിനൊന്നും കുറവ് വരത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ യൂട്യൂബിൽ വൈറലായതാണ് ഇപ്പോൾ പാൽക്കപ്പ എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ.